എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലും കപ്പയാണ്. ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ കല്യാണ തലേന്ന് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് എല്ലും കപ്പയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കിലോ എല്ലും 3 കിലോ കപ്പയുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം എല്ലൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അതിൽ ചോര പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു 2-3 വട്ടമെങ്കിലും ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക. ബീഫിൻ്റെ എല്ലാമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലാണ് ഇറച്ചി വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളൊന്ന് ചൂടാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണ് നല്ലത്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്രയാണ് പൊടികൾ ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. അതിന് ശേഷം ഇത് ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിന് ശേഷം അതിലേക്ക് നമുക്ക് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യാൻ ശേഷം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി വേവിക്കാനായിട്ട് വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കപ്പ അരിഞ്ഞെടുക്കാം. ഒരു 6 വിസിൽ പോകുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു വിസിലും കൂടെ ഒന്ന് അടുപ്പിച്ചെടുക്കാം. എല്ലും കപ്പയും തയ്യാറാക്കുമ്പോൾ കുറച്ച് നെയ്യുള്ളതാണ് എല്ലും കപ്പയ്ക്കും ടേസ്റ്റ് കൂട്ടുന്നത്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് വേവിക്കാനായിട്ട് വെക്കാം. വേവിക്കുന്നതിന് മുമ്പായിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കപ്പ വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇടയ്ക്ക് മൂടി തുറന്നിട്ടൊന്ന് അതിൻ്റെ വേവ് നോക്കാം. ഇപ്പോൾ കപ്പ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വെള്ളം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കപ്പയിലേക്ക് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു 2 മിനിറ്റ് ഗ്യാസിലൊന്ന് വെക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് കുഴഞ്ഞിരിക്കുമല്ലോ അപ്പോൾ വെള്ളമൊക്കെ ഒരല്പം ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു 2 മിനിറ്റ് ഗ്യാസിൽ വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഉള്ളികളൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഉള്ളികളിട്ട് ഇനി അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഞാനിതിലേക്ക് ഒരല്പം പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികൾ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല കൂടി പൊടികളുടെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ എല്ലും കപ്പ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത്. കൂടാതെ നമ്മൾ ഈ ഒരു കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ.